അപ്പോൾ ജിമ്മിൽ പോകുന്ന നിങ്ങളെ ബാഗിലും ഇതിലൊക്കെ കയ്യിലും പോക്കറ്റിലൊക്കെ ഈ സാധനം ഉണ്ടെങ്കിൽ അത് പണി പാളും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബോളൻ, അതുപോലെ ഡെക്ക, പിന്നെ അങ്ങനെ ഒരുപാട് കുറച്ച് സ്റ്റോറുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു മാസം കൊണ്ടൊന്നും നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ 2 മാസം കൊണ്ടൊന്നും ബിൽഡ് ഞാൻ പറയത്തില്ല. അത്രയും വലിയ മണ്ടൊന്നും ഞാനല്ല കേട്ടോ. അത് നിങ്ങൾ ചിന്തിച്ചോ കേട്ടോ. മനസ്സിലായല്ലോ 2 മാസത്തെ കാര്യം. ഇല്ല, മുമ്പേ ഞാൻ വന്ന് ചോദിക്കുന്ന ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇനി ഞാൻ അതൊന്നും ചെയ്യത്തില്ല. കാരണം ആ ഒരു പരിപാടിയെ ഇനി ചെയ്യത്തില്ല. കാരണം മറ്റുള്ളവരെ ഹെൽത്ത് നശിപ്പിച്ചിട്ട് ഉള്ള പരിപാടി ഞാൻ ഇനി ചെയ്യത്തില്ല. കാരണം മുമ്പേയൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനാണ് അടിച്ച് കളയാൻ ഒരെണ്ണം കൊടുക്കും, കട്ടിങ് സമയത്ത് ഒരെണ്ണം കൊടുക്കും. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്റ്റിറോയിഡ്സ് ഉണ്ട്. അനിയന്മാരെ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഈ സാധനം കൊണ്ടുപോയി എടുക്കരുത്. ഞാനും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സാധനം ഒരുപാട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്ന സമയത്ത്. പക്ഷേ ഇനി ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഇനി ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിറോയിഡ് എടുത്തതുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. സ്റ്റിറോയിഡ് ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ ഞാൻ സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് കേട്ടോ. ഇപ്പോഴല്ല, ഞാൻ ബോഡി ബിൽഡിങ്ങിലോട്ട് ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ട് സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോയിഡിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. സ്റ്റിറോയിഡിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജിമ്മിൽ പോകുന്ന എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അനിയന്മാർ ഇതറിയാതെ ചെന്ന് സ്റ്റിറോയിഡും ഇതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിറോയിഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇത് ലീഗലായിട്ടുള്ളൊരു ഡ്രഗ്സ് അല്ല, മെഡിസിൻ അല്ല. ഇത് ഇല്ലീഗലാണ്. ഇത് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അനിയന്മാർക്ക് ഇപ്പം ബോഡി ബിൽഡിങ് പ്രൊഫഷണലാക്കി എടുക്കാത്ത അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് പോവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പ്രൊഫഷണൽ ബോഡി ബിൽഡിങ് എന്നൊരു ഇത് സ്പോർട്സിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതും ട്രെയിനറും അല്ല, ചുമ്മാ വെറുതെ അല്ല, അതിൻ്റെതായ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിലോട്ട് ബോഡി ബിൽഡിങ് മേഖലയിലോട്ട് ഇറങ്ങാതെ സാധാരണ ജിമ്മിൽ പോയി ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫിറ്റ്നസ് ബോഡി അല്ലെങ്കിൽ ഫിറ്റ്നസ് രീതിയിൽ ഹെൽത്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇതിലോട്ട് ചെന്ന് ചാടുന്നുണ്ട്. എൻ്റെ അനിയന്മാരൊക്കെ ഒരുപാട് പേര് ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യം പറയുകയാണ്, സ്റ്റിറോയിഡ് ലീഗലല്ല, ഇല്ലീഗലാണ്. അത് കൈവശം വെച്ച് കഴിഞ്ഞാൽ കുറ്റകരമാണ് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജിമ്മിൽ പോകുന്ന നിങ്ങളെ ബാഗിലും ഇതിലൊക്കെ കയ്യിലും പോക്കറ്റിലൊക്കെ ഈ സാധനം ഉണ്ടെങ്കിൽ അത് പണി പാളും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. അതുകൊണ്ട് അത് കൊണ്ടു നടക്കാതിരിക്കുക. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോഡിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബോഡിക്ക് ഉണ്ടാക്കി തരും. സ്റ്റിറോയിഡ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മെഡിസിൻ അല്ല, ഡ്രഗ്സ് അല്ല കേട്ടോ. ഒരുപാട് ഇഷ്യൂസ്, ഹയർ റിസ്ക് ആണ്. സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. ബോഡി ബിൽഡിങ് ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങാത്ത ആൾക്കാർ, സാധാരണ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേര് പയ്യന്മാരെല്ലാം സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാനൊരു ട്രെയിനറാണ്. ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ എനിക്കറിയാം കേട്ടോ. ഞാനും ഈ മുമ്പേ എടുത്ത് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇനി ഞാൻ അതൊന്നും ചെയ്യത്തില്ല. ഇനി ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. മുമ്പേ ഞാൻ വന്ന് ചോദിക്കുന്ന ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇനി ഞാൻ അതൊന്നും ചെയ്യത്തില്ല. കാരണം ആ ഒരു പരിപാടിയെ ഇനി ചെയ്യത്തില്ല. കാരണം മറ്റുള്ളവരെ ഹെൽത്ത് നശിപ്പിച്ചിട്ട് ഉള്ള പരിപാടി ഞാൻ ഇനി ചെയ്യത്തില്ല. കാരണം മുമ്പേയൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡൈനാമോളൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേക്ക് സാധനമല്ല, നല്ല പക്ക ഒറിജിനൽ സാധനം. അതെടുക്കേണ്ട രീതിയെല്ലാം ഞാൻ പക്കയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ള ആർക്കും ഇതുപോലെ സൈഡ് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി ഞാൻ അത് ചെയ്യുന്നില്ല. ഞാനിത് പ്രൊമോട്ട് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഇത് നിർത്തി. കാരണം ഇപ്പം ഞാൻ ബോഡി ബിൽഡിങ് ചെയ്യുന്നില്ല. കാരണം അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, സ്റ്റിറോയിഡ് ആഗ്രഹിക്കുന്ന അനിയന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന അനിയന്മാരുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും അതിലോട്ട് ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം ഡേഞ്ചറാണ് കേട്ടോ. നിങ്ങളെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. അപ്പം എന്താണ് സ്റ്റിറോയിഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ.
അപ്പോൾ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിൽ സെക്സ് ഹോർമോണാണ്. ഇപ്പം മനുഷ്യ ശരീരത്തിൽ, നമ്മളെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ്. നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ പറയുമല്ലോ. അപ്പം അതാണ് സംഭവം. ഇപ്പം ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ എല്ലാ ആൾക്കാരിലും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില ആൾക്കാരിൽ കൂടുതലായിരിക്കും, ചില ആൾക്കാരിൽ ജനിക്കുമ്പോഴേ കുറവായിരിക്കും. പിന്നെ ഫുഡിൽ നിന്നും അതിൽ നിന്നൊക്കെ കഴിച്ച് അല്ലെങ്കിൽ റെഗുലറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ഈ സാധനം വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സാധനം പെട്ടെന്ന് കൂടും കേട്ടോ. ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, റെഗുലറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടും ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ. അപ്പം പിന്നെ ഫുഡിൽ നിന്ന് ഈ ടെസ്റ്റോസ്റ്റിറോൺ അടങ്ങിയിട്ടുള്ള ഒരുപാട് ആഹാരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിക്ക് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടും കേട്ടോ. പിന്നെ ജനറ്റിക് പരമായിട്ടും ടെസ്റ്റോസ്റ്റിറോൺ, നല്ല ടെസ്റ്റോസ്റ്റിറോൺ ഉള്ള ജനറ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഇപ്പം മെയിൽ സെക്സ് ഹോർമോണാണ് ഈ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ടാബ്ലറ്റ് വഴി എടുക്കുന്ന പല രീതിയിൽ കിട്ടും. ടാബ്ലറ്റ് രീതിയിൽ കിട്ടും, ഇഞ്ചക്ഷൻ രീതിയിൽ കിട്ടും, ജെല്ല് രീതിയിൽ കിട്ടും. അപ്പം മെയിനായിട്ട് ഇപ്പം എല്ലാ ജിമ്മുകളിലും ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ് രൂപത്തിലാണ് എടുക്കുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരുപാട് ടൈപ്പിലെ സ്റ്റിറോയിഡ് ഉണ്ട് കേട്ടോ. ഒരു ടൈപ്പ് മാത്രമല്ല, ഒരുപാട് ടൈപ്പിലെ സ്റ്റിറോയിഡ്സ് ഉണ്ട്. ഇപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഫേമസ് ആയിട്ട് ഇപ്പം കുറച്ച് ഉപയോഗം കൂടുതൽ ഇപ്പം ജിംനേഷ്യങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാബോള്, ട്രെൻബോളൻ, അതുപോലെ ഡെക്ക, പിന്നെ അങ്ങനെ ഒരുപാട് കുറച്ച് സ്റ്റിറോയിഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല. ഒരു 10-12 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ജിമ്മുകളിൽ ഇപ്പം ഒരുപാട് ഉപയോഗിക്കുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ് രീതിയിൽ കിട്ടുന്ന ഡൈനാബോളനാണ് കേട്ടോ. അതാണ് മിക്കുള്ള ജിമ്മുകളിലും നമ്മളെ അനിയന്മാരൊക്കെ യൂസ് ചെയ്യുന്നത്. ആരും അറിയാതെ ഇപ്പം മസിൽ ബിൽഡാക്കി കളയാം, അല്ലെങ്കിൽ ഇപ്പം ബോഡി ബിൽഡ് ചെയ്ത് കളയാന്ന് പറഞ്ഞിട്ടൊക്കെ വെയിറ്റ് ഗെയിനിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡൈനാബോളൻ കേട്ടോ. അപ്പം സ്റ്റിറോയിഡ് ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ് ഉണ്ട് കേട്ടോ. ഒരു ടൈപ്പ് അല്ല. മിക്കുള്ള ആൾക്കാരെയും തെറ്റിദ്ധാരണയാണ് ഒരു സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതങ്ങോട്ട് അടിച്ചങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ അതാ പറയുന്ന പോലെ ഇല്ല, ബോഡി അങ്ങോട്ട് ബിൽഡായി അർണോൾഡിനെ പോലെയോ അതുപോലെ റോണി കോളമിനെ പോലെയൊക്കെ ഇപ്പം അങ്ങ് ആയി എടുക്കുമെന്നാണ് വിചാരം. ഒരിക്കലും അല്ല. അപ്പം മെയിൽ സെക്സ് ഹോർമോണാണ്. ഇപ്പം അത് നമ്മളെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാബ്ലറ്റ് രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ടുള്ള നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്റ്റിറോയിഡ് ഇതിൻ്റെ അളവ് കൂടാതെ ആർട്ടിഫിഷ്യലായിട്ട്, ഇൻഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്ന സ്റ്റിറോയിഡിൻ്റെ അളവ് കൂട്ടും. നമ്മളെ ബോഡിക്ക് നമ്മളെ നാച്ചുറലായിട്ടുള്ള സ്റ്റിറോയിഡിൽ നിന്നും കുറച്ച് കൂട്ടും ഇത് എടുക്കുന്ന സമയത്ത്. ഇപ്പം ഡോസ് ഉണ്ട് കേട്ടോ. ഡോസ് പല ഡോസിലുണ്ട്. ഇപ്പം ഡൈനാബോളൊക്കെ എടുക്കുകയാണെങ്കിൽ 10-15 mg, 10 mg, 15 mg, 20 mg അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതും ഈ പറയുന്ന പോലെ ഒരു സൈക്കിളായിട്ടാണ്. ഒരു ഇത്ര സൈക്കിൾ എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മിക്കുള്ള ജിമ്മുകളിലും ഈ ആൾക്കാരെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാതെയാണ് എടുക്കുന്നത്. മിക്കുള്ള ജിമ്മുകളിലും അനിയന്മാരെ ഇത് അറിയാതെയാണ് ചെന്ന് എടുക്കുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഡോസ് കുറച്ചെടുത്ത് ഡോസ് കൂട്ടി ഡോസ് കുറച്ച് ഇത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്കുള്ള ജിമ്മുകളിലും ഇത് മേടിച്ചു കൊടുക്കുന്നവർ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയത്തുമില്ല. ഇത് എടുക്കുന്ന അനിയന്മാർ ചെന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ അകത്താക്കി 2-3 അകത്താക്കി ഡെയിലി വർക്കൗട്ട് ചെയ്യുമ്പം അങ്ങനെയാണ് എടുത്തു പോകുന്നത്. അതൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റിനൊക്കെ കാരണം. ഉപയോഗിക്കേണ്ട രീതിയിൽ അറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും. ഇപ്പം ഇഞ്ചക്ട് രീതിയിലുള്ള സ്റ്റിറോയിഡ് ഉണ്ട്, അതുപോലെ ഈ പറയുന്ന പോലെ ഓറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാബ്ലറ്റ് രീതിയിൽ കഴിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഇതാണത്. കാരണം ഈ ടാബ്ലറ്റ് ചെന്നിട്ട് നമ്മളെ ലിവറിൽ ചെന്ന് അടിയുവാണ്. അവിടെ കടന്ന് ലാസ്റ്റ് ലിവർ ടോക്സിസിറ്റി ഉണ്ടാവും, അതുപോലെ ലിവർ കംപ്ലൈൻറ്റ് ആവും. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് അതും ഇത് വിഷയമുള്ളത് അല്ലെന്നല്ല, അതും വിഷയമാണ്. പക്ഷേ മറ്റേത് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സേഫാണ് കേട്ടോ. അത് ബ്ലഡിലങ്ങ് അലിഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പം മറ്റേത് കഴിക്കുന്നത് അലിഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഒരു സമയമാവും കേട്ടോ. അത് ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റിറോയിഡ് അറിയാതെ ചെന്ന് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് എങ്ങനെ ഏതാ, അല്ലെങ്കിൽ ഇത് എപ്പോൾ ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊന്നും അറിയാതെ ചെന്ന് അങ്ങോട്ട് വലിച്ച് 2 ടാബ്ലറ്റ് എടുത്ത് വെള്ളം കുടിച്ചിട്ട് പോയി വർക്കൗട്ട് ചെയ്യുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കൂ, ഉറപ്പായിട്ടും അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. 100% ഉറപ്പാണ്. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് എല്ലാവരും ചിലപ്പോൾ സൈഡ് എഫക്റ്റ് വരുന്നത്. ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 4 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സൈഡ് എഫക്റ്റ് വരുന്നത് കേട്ടോ.
അതിപ്പം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് കാണും ബോഡിയിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ പോയി ഡോക്ടറെ കണ്ട് ഇത് ചികിത്സ തേടുക കേട്ടോ, അതാണ് വേണ്ടുന്നത്. അപ്പം ഇപ്പം ഏകദേശം സ്റ്റിറോയിഡിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എന്താണ് സ്റ്റിറോയിഡ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കൊണ്ടിട്ടുള്ള ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിന് ബെനിഫിറ്റ് ഇല്ലെന്നല്ല, സ്റ്റിറോയിഡിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചോദിക്കും, ചില ആൾക്കാർ ചോദിക്കും ഇതിന് ഗുണം ഇല്ലയോ, പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതിന്. ഗുണം എന്ന് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന കാര്യം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മസിൽ ബിൽഡ് ആവാനാണ്. നമ്മളെ ഹോർമോണാണ്, മെയിൽ സെക്സ് ഹോർമോണാണ്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മസിൽ ഗ്രോത്ത് ആവുള്ളൂ. അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ബോഡിക്ക് കൊടുക്കുവാണ്. അതാണ് ഈ സ്റ്റിറോയിഡ്. അതാണ് നമ്മളെ ഹോർമോൺ, എക്സ്ട്രാ ഹോർമോൺ നമ്മൾ പുറത്തുനിന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഹോർമോൺ നമ്മളെ ബോഡിക്ക് കൊടുക്കുവാണ് കേട്ടോ. അത് ഈ നമ്മൾ ചുമ്മാ ചെന്ന് ഇപ്പം കോമ്പറ്റീഷൻ മിക്കുള്ള ആൾക്കാരെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ബിൽഡേഴ്സിന് ഒരു കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ഒരാളെ കണ്ടിട്ടായിരിക്കും അയാൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. സ്റ്റിറോയിഡ് അല്ലെങ്കിൽ എനിക്ക് സ്റ്റിറോയിഡ് എടുക്കണം, അവനെ പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് ചെന്ന് ബാക്കിലൂടെ ചെന്ന് സ്റ്റിറോയിഡ് എടുത്ത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ അവൻ ചിന്തിക്കാത്ത കാര്യം എന്താണെന്ന് അറിയോ, ഇവൻ അവിടെ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട്, ഒരു കോഴ്സാണ് 3 മാസം അല്ലെങ്കിൽ അടുത്തത് ഒരു 3 മാസം, മൊത്തത്തിൽ 6 മാസം. ആ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവൻ്റെ ഒരു ബോഡി ബിൽഡിംഗ് ഷോ കഴിഞ്ഞ ഉടനെ ഉണ്ടല്ലോ, അവൻ അത് ആ ബോഡിയിൽ നിന്ന് കളയാനുള്ള പരിപാടി അവൻ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് PCT. വാഷ് ഔട്ട് ചെയ്ത് കളയുവാണ് ബോഡിയിൽ നിന്ന്. അത് ബോഡി ഇട്ടേക്കത്തില്ല. പക്ഷേ അത് കണ്ടിട്ട് എനിക്ക് അതേപോലെ ഒരു ബോഡി ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അടിയിൽ കൂടെ ബ്ലാക്കിലൂടെ ചെന്ന് തിയേറ്ററിൽ ചെന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുമെന്ന് പറയില്ല, അതുപോലെ അത് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയാതെ ചെന്നിട്ട് ബ്ലാക്കിലൂടെ ചെന്നിട്ട് ഈ ഡൈനാബോളനും അല്ലെങ്കിൽ ആനട്രോളനും ഇതിൻ്റെ ടാബ്ലറ്റും മേടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്ഷനും മേടിച്ച് എന്നിട്ട് കുത്തിയിട്ട് അല്ലെങ്കിൽ തിന്നിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന പിള്ളേർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ എന്താണ്, ഇത് ബോഡിയിൽ കിടക്കുവാണ് ഈ സാധനം. അങ്ങനെ കിടന്നിട്ടാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നത്. മറ്റവരെന്താ ചെയ്യുന്നത്, അത് കഴിഞ്ഞ ഉടനെ നേരെ ചെന്നിട്ട് PCT ചെയ്യും, വാഷ് ഔട്ട് ചെയ്യും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, പിന്നെ ബോഡിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ അത് 100% ഉറപ്പ് പറയുന്നില്ല, ചില ആൾക്കാർക്ക് വരാം, ഒന്നുകൂടലൊന്നുമില്ല. എന്നാലും അതൊരു കൂടുതലും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. PCT ചെയ്ത് കളയുമ്പോഴത്തേക്ക്, വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് വീണ്ടും പഴയതുപോലെ നോർമൽ ആവുകയാണ്. നമ്മളെ ടെസ്റ്റ് ഹോർമോൺ വീണ്ടും നാച്ചുറലായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സ്റ്റിറോയിഡിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അനിയന്മാരെ ഒരു കാരണവശാൽ നിങ്ങൾ ഈ സാധനം കൊണ്ടുപോയി എടുക്കരുത്. ഞാനും കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ സാധനം ഒരുപാട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്ന സമയത്ത്. പക്ഷേ ഇനി ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഇനി ഇതിനെ പ്രൊമോട്ട് ചെയ്യത്തേ ഉള്ളൂ. ഇത് ഇല്ലീഗലായിട്ടുള്ളൊരു ഡ്രഗ്സാണ്, ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. നമ്മൾ ഇനി എത്ര പറഞ്ഞു കൊടുത്താലും ഇത് എടുക്കുന്നവൻ ചിലപ്പം അതിൻ്റെ സേഫ്റ്റി കണക്കാക്കി എടുക്കണമെന്നില്ല. ഞാൻ പറയാം, അവൻ ഇപ്പം ഇത് ഒരാൾക്ക് മേടിച്ചു കൊടുത്തിട്ട് അനിയ നീ ഇത് 2 എടുക്കണം അല്ലെങ്കിൽ ഇതൊരു 4 എടുക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് മസിൽ ബിൽഡ് ആവണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഡോസ് കൂട്ടിയിട്ട് അടിച്ച് കളയും കേട്ടോ. ഇപ്പം ഡൈനാബോളിന് ഇപ്പം നമ്മൾ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡോസ് കൂടുതലാണ്. ഒരു ഷോട്ട് തന്നെ അതിനും ഒരു ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഷോട്ട് ആയിരിക്കത്തില്ല, കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ബിഗിനറായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡോസ് കുറച്ചാണ് നമ്മൾ ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റുന്നത് കേട്ടോ. അപ്പം അത് തന്നെ സ്റ്റാർട്ടിങ് തന്നെ 900 mg ആണ് പോണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 900 mg ആണ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പം മറ്റേ ഡൈനയൊക്കെ എന്ന് വെച്ചാൽ 10 mg 20 mg അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡോസ് കൂടുതലാണ്, അത് വേറെ സാധനങ്ങളാട്ടോ. ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സ്റ്റിറോയിഡ് ഉണ്ട്. ബോഡിക്ക് ഒരു സ്റ്റിറോയിഡ് മാത്രമല്ല കൊടുക്കുന്നത്, മസിൽ ഗെയിനിങ്ങിന്, വെയിറ്റ് ഗെയിനിങ്ങിന് ഒരെണ്ണം കൊടുക്കും, അതുപോലെ ബോഡിയിലെ ഫാറ്റ് അടിച്ച് കളയാൻ ഒരെണ്ണം കൊടുക്കും, കട്ടിങ് സമയത്ത് ഒരെണ്ണം കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്റ്റിറോയിഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം എന്നിട്ടാണ് ആ ഒരു ബോഡി അവിടെ കൊണ്ട് സ്റ്റേജിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത് കേട്ടോ. അപ്പം ഇതറിയാതെ ഞാനിപ്പം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടും അല്ലെങ്കിൽ നോർമലായിട്ട് വർക്കൗട്ട് ചെയ്ത് പോകുന്ന ഒരാൾ കോമ്പറ്റീഷൻ ലെവലിൽ നിൽക്കുന്ന ഒരാളെ കണ്ടിട്ടായിരിക്കും സ്റ്റിറോയിഡിൻ്റെ പുറകെ പോകാൻ നിൽക്കുന്നത്. നല്ല രീതിയിൽ പണി മേടിച്ച് കൂട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഈ സ്റ്റിറോയിഡ് എങ്ങനെ എടുക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് അറിയത്തില്ല കേട്ടോ. എത്ര ഡോസാണ് ബോഡിക്ക് കൊടുക്കുന്നത്, എത്ര mg ബോഡിക്ക് കുത്തിക്കയറ്റി വയ്ക്കുന്നതെന്നൊക്കെ ഒരു മനുഷ്യനും അറിയത്തില്ല. ചുമ്മാ ജിമ്മിൽ പോവുക, ഈ സാധനം കഴിക്കുക അല്ലെങ്കിൽ ഈ സാധനം കുത്തുക, അങ്ങനെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മളെ ഒരു ഇതനുസരിച്ച് നമ്മളെ ഗോള്, ഇപ്പം കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ഒരാൾ
നോർമലി എടുക്കല്. കോമ്പറ്റീഷന് ഇറങ്ങുന്ന ഒരാൾ അയാളെ ഗോൾ എന്താണ്, എത്ര കെ ജി വരെ അയാൾക്ക് കൂട്ടണം, എത്ര കെ ജിയുടെ കാറ്റഗറിയാണ് അയാൾ ഇറങ്ങുന്നത്, അതൊക്കെ വെച്ചിട്ടാണ് അയാളെ വെയിറ്റും ഹൈറ്റ് എല്ലാം വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്, നിലവിലെ ബോഡി കണ്ടീഷൻ വെച്ചിട്ട്. അതനുസരിച്ചാണ് ഡോസ് കൊടുക്കുന്നത്. ആദ്യം ഡോസ് കൂട്ടി കൊടുക്കും, പിന്നെ ഡോസ് കുറച്ച് കൊടുക്കും. അതുപോലെ ഇപ്പം ഷോട്ടാണെങ്കിൽ നമ്മളെ ആഴ്ചയിൽ 2 ഷോട്ടാണ് വരുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മളെ ഒരു സൈഡ് കയ്യിൽ മസിലിനകത്ത്, അടുത്തത് ഇപ്പുറത്തെ സൈഡ്. ഇപ്പം 2 കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുത്തി 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 ലാസ്റ്റ് അവിടെ കട്ടിയാവും. കട്ടിയായി നല്ല വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പമ്പാണ്, നമുക്ക് ഫീൽ ആവും. നല്ല കട്ടിയായി നല്ല ഹാർഡായിട്ടുണ്ടല്ലോ, പിന്നെ അവിടെ കുത്താൻ പറ്റത്തില്ല. കുത്തുമ്പോഴത്തേക്കും മരുന്നൊക്കെ തെറിച്ചു പോകും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബട്ടക്സിൽ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഞാനിതൊക്കെ ഇതൊക്കെ കേട്ടറിവും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുള്ള അറിവൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യിപ്പിച്ചുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് അനിയന്മാരെ. അപ്പം ഇതിലോട്ടൊന്നും ചെന്ന് ചാടരുത്. അപ്പം നിങ്ങളെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ജിമ്മിൽ പോയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനാണ് പറയുന്നത് കേട്ടോ, ഞാൻ 100% ഗ്യാരണ്ടി. പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം, ഒരു 2 വർഷമോ 3 വർഷമോ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. നല്ലൊരു ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല 6 പാക്കും അല്ലെങ്കിൽ നല്ലൊരു ട്രൈസെപ്സ്, ബൈസെപ്സ്, ചെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നാച്ചുറലായിട്ട് തന്നെ കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. നല്ല രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീനും ഫുഡെല്ലാം കഴിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ലപോലെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. 2 മാസം 3 മാസം ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. 1 മാസം കൊണ്ടൊന്നും നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ 2 മാസം കൊണ്ടൊന്നും ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല. അത്രയും വലിയ മണ്ടരൊന്നും ഞാനല്ല കേട്ടോ. അത് നിങ്ങൾ ചിന്തിച്ചോ കേട്ടോ. മനസ്സിലായല്ലോ 2 മാസത്തെ കാര്യം. പക്ഷേ 2 വർഷം 3 വർഷം 4 വർഷം ചിലവർക്ക് 5 വർഷം നിങ്ങൾ കാത്തിരിക്കുവാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. ഷുഗറിനെ പറ്റിയിട്ട് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഒരു ടിപ്സ്, ഇതും കൂടെ അവർക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു ടിപ്സും കൂടെ കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും കൂടെ ആകുമ്പോൾ എന്തായാലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുള്ള സപ്ലിമെൻറ്റ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തിനെ പറ്റിയിട്ടോ ഇങ്ങനെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കമൻറ്റ് ചെയ്യുക. അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.